എല്ലാവരും ഒത്തുകൂടിയപ്പോഴാ ചില കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നത്. ഈ ദുഷ്ടന്മാരുടെ കൂട്ടത്തില് രണ്ടുപേരുടെ കുറവുകൂടിയുണ്ട്, നിന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും. അവരോടി ഉണ്ടായിരുന്നെങ്കില് എല്ലാം തികഞ്ഞാനെ. നിന്റെ അച്ഛനെ ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അയാളുടെ മനസ്സില് എന്നോട് പറയാൻ എന്തോ രഹസ്യമുണ്ടല്ലോ. ആ രഹസ്യം കേൾക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. നിന്റെ അച്ഛനെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് നീ പറയാറുണ്ടായിരുന്നല്ലോ. ഇതിപ്പോ മോളുടെ അച്ഛന്റെ ദേഹത്താണ് കേറിയിരിക്കുന്നത്. എന്ന് വെച്ചാലേ പ്രതാപനെ നിന്റെ അച്ഛന് പോലും ഇഷ്ടമാണെന്നാണ് അർത്ഥം. എടീ പെങ്ങളെ, അതിഷ്ടം കൊണ്ടല്ലടി, അവൻ നിന്റെ ഭർത്താവിന്റെ കൊലയാളി ആയതുകൊണ്ടാ. അതേപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. അയാളുടെ ശരീരത്തിൽ എന്തുമാത്രം മാലിന്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കല്യാണമൊന്നുമല്ലല്ലോ, 7ാം മാസമല്ലേ. അതിന് ഇത്രമാത്രം ആഡംബരം എന്തിനാന്നാ മനസ്സിലാവാത്തെ? പൈസയുടെ അഹങ്കാരം, അല്ലാതെന്താ. എടുത്തി കണ്ണേട്ടാ, ഏട്ടത്തിയെ മഹാലക്ഷ്മിയെ പോലെ ഒരുക്കണമെന്നല്ലേ പറഞ്ഞത്? എങ്ങനെയുണ്ട്? സാക്ഷാൽ മഹാലക്ഷ്മി ആയില്ലേ? ഇവനങ്ങനെ തോന്നിയില്ലെങ്കിലും ഞങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയില്ലെന്ന് ആരാ പറഞ്ഞത്? രണ്ടെണ്ണം കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയ ഡിസൈൻ ആണല്ലേ? അതെ, ഏറ്റവും പുതിയ ഡിസൈൻ തന്നെ വേണമെന്ന് ഞാൻ ജ്വല്ലറി പറഞ്ഞിരുന്നു. സ്വന്തമായിട്ട് സ്വർണ്ണക്കടയൊക്കെ ഉള്ളതുകൊണ്ടേ ഏത് ഡിസൈനിലുള്ള സ്വർണവും വാങ്ങാമല്ലോ. എന്നുവെച്ചേ പൈസ കൊടുക്കാതെയല്ല ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. നല്ല പൈസ മുടക്കി തന്നെയാ. മുടക്കാം മുടക്കാം, ഇഷ്ടം പോലെ ഉണ്ടല്ലോ മുടക്കാനായിട്ട്. എടി ദുർഗേ, അവനവന്റെ പെണ്ണിന് പൈസ മുടക്കി സ്വർണം വാങ്ങിച്ചതിന് നിനക്കെന്താടി? ഇപ്പൊ നാവടക്കി നിൽക്കുന്ന നല്ലത്. ഇങ്ങനൊരവസ്ഥയിലായി പോയല്ലോ ഞാൻ.